നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ആഡംബര കാർ ബൈക്കിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പുതിയ മാനം. അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോവുകയായിരുന്നു. ഈ കാർ മണിയമ്പിള്ള രാജുവിന്റേതാണെന്നാണ് നിഗമനം. കാർ ഓടിച്ചിരുന്നതും മണിയമ്പിള്ള രാജുവാണ്. ഇതോടെ അപകടം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. നടൻ കാർ അപകടത്തിൽപ്പെട്ടിട്ടും നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലാണ് അപകടം നടന്നത്. ട്രിവാൻഡ്രം ക്ലബിലെ സുബ്രഹ്മണ്യം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്ന കാർ വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് വന്ന ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ നിവേദിന്റെ കാലുകൾ ഒടിഞ്ഞു. സൂരജിന്റെ നട്ടലിന് പരിക്കുണ്ട്. ഇരുവരെയും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാറിനായി പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തുള്ള ഒരു നടന്റെ പേരിലുള്ളതാണ് കാർ എന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്തത്. ഡ്രൈവറാണ് കാർ ഓടിച്ചിരുന്നത് എന്നാണ് കരുതിയത്. നടന്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട് കിടക്കുന്ന നിലയിലാണ്. താരത്തിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. സംഭവത്തിൽ അപകടമുണ്ടാക്കിയ വാഹനം ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് താനാണ് കാർ ഓടിച്ചത് എന്ന് മണിയമ്പിള്ള രാജു പ്രതികരിച്ചത്. ഭയം കൊണ്ടാണ് നിർത്താതെ പോയത്. കാറിന് പിന്നിൽ ബൈക്ക് ഇടിച്ചത് അറിഞ്ഞെന്നും രാജു പറഞ്ഞു. എല്ലാം പോലീസിനെ അറിയിക്കുമെന്നും വ്യക്തമാക്കി. പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്താണ് സുബ്രഹ്മണ്യം ഹാളും ട്രിവാൻഡ്രം ക്ലബ്ബും. ഇവിടെയാണ് അപകടമുണ്ടായത്. ബാറ് പോലെ പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് ട്രിവാൻഡ്രം ക്ലബ്ബ്. ഈ ക്ലബ്ബിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് രാജുവിന്റെ കാർ അപകടമുണ്ടാക്കിയത്. നിർത്താതെ പോയതുകൊണ്ട് പലവിധ സംശയങ്ങളും ഉയരുന്നു. താൻ തന്നെ കാർ ഓടിച്ചുവെന്ന് രാജു സമ്മതിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗത്തെ പൊരുതി തോൽപ്പിച്ച നടനാണ് മണിയൻപിള്ള രാജു. അതുകൊണ്ട് രാജു മദ്യപിക്കില്ലെന്നും വാദമുണ്ട്. ഏതായാലും കാർ നിർത്താതെ പോയത് ഗൗരവമുള്ള കുറ്റമാണ്. നിയമത്തിന്റെ പഴുതുകൾ കൃത്യമായി അറിയാവുന്ന ഒരു തിരക്കഥാകൃത്തിന്റെ ബുദ്ധിയോടുകൂടിയാണ് നടൻ മണിയമ്പിള്ള രാജു ഇന്നലെ രാത്രി പെരുമാറിയത്. തലസ്ഥാന നഗരിയെ നടുക്കിയ ആഡംബര കാർ അപകടത്തിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്. ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ മാർഗം രക്തപരിശോധനയാണ്. എന്നാൽ അപകടം നടന്ന 8 മണിക്കൂറിനുള്ളിൽ ഈ പരിശോധന നടത്തിയില്ല എങ്കിൽ ഫലം കൃത്യമാകില്ല. കൃത്യം 10 മണിക്ക് അപകടമുണ്ടാക്കി മുങ്ങിയ താരം ഈ 8 മണിക്കൂർ പരിധി കഴിയുന്നത് വരെ ഒളിവിൽ പോയത് ബോധപൂർവമാണെന്ന സംശയവും ശക്തമാണ്. കേരളത്തിലെ മോട്ടോർ വാഹന നിയമങ്ങൾ പ്രകാരം മദ്യപാനം തെളിയിക്കാൻ രക്തത്തിലെ ആൽക്കഹോളിക് അളവ് പരിശോധിക്കണം. ഇതിന് കൃത്യമായ സമയപരിധിയുമുണ്ട്. അപകടം നടന്ന ഉടനെ താരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അപ്രത്യക്ഷനായി. പോലീസ് രാത്രി തന്നെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ താൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന കുറ്റസമ്മതവുമായി താരം രംഗത്തെത്തി. മദ്യപാനം തെളിയിക്കാനുള്ള മെഡിക്കൽ പരിശോധനയുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന സമയം വരെ താരം എവിടെയായിരുന്നു എന്ന ദുരൂഹത ബാക്കി നിൽക്കുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലായിരുന്നു മണിയമ്പിള്ള രാജുവിന്റെ KL01 CJ04 നമ്പറുള്ള ആഡംബര കാർ ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ചത്. നിവേദിത് കൃഷ്ണ, സൂരജ് എന്നീ യുവാക്കൾക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. നിവേദിന്റെ കാലുകൾ ഒടിയുകയും സൂരജിന്റെ നട്ടലിന് തകരാർ സംഭവിക്കുകയും ചെയ്തു. സ്വന്തം തെറ്റല്ലെങ്കിൽ കാറിന് പിന്നിൽ വന്ന് ഇടിച്ചതാണെങ്കിൽ എന്തിന് പരിക്കേറ്റവരെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരമായി നൽകുന്നത് പേടി കാരണമെന്ന ബാലിശമായ മറുപടിയാണ്. വണ്ടി നിർത്തിയാൽ ഓഫായി പോകും, അതുകൊണ്ടാണ് നിർത്താത്തതെന്ന വിചിത്രമായ വാദവും രാജു ഉയർത്തുന്നുണ്ട്. പോലീസ് ആസ്ഥാനത്ത് തൊട്ടടുത്താണ് ഈ അപകടം നടന്നത്. ബാർ സൗകര്യമുള്ള ട്രിവാൻഡ്രം ക്ലബിലെ സുബ്രഹ്മണ്യ ഹാളിൽ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു താരം.